ഖത്തർ ലോകകപ്പിന് പിന്നാലെ കോപ്പ അമേരിക്കയിലും ക്വാർട്ടർ ഫൈനലിൽ പുറത്തായിരിക്കുകയാണ് ബ്രസീൽ. ലോകകപ്പിലും കോപ്പയിലും ഷൂട്ടൌട്ടിലാണ് പുറത്തായതെന്ന പ്രത്യേകതയുമുണ്ട്. പുറത്തായതിനേക്കാൾ ബ്രസീൽ ആരാധകരെ നിരാശപ്പെടുത്തുന്നത് ടീമിന്റെ കളിക്കളത്തിലെ മോശം പ്രകടനമാണ്. കോപ്പയിലെ 4 കളിയിൽ ജയിക്കാനായത് 1 മാത്രം. ഗ്രൂപ്പ് ഘട്ടത്തിൽ 2 കളിയിൽ സമനില, 1 കളിയിൽ ജയം. ക്വാർട്ടറിൽ ഷൂട്ടൌട്ടിൽ തോറ്റു. ഉറുഗ്വെ 20 മിനിറ്റിലധികം സമയം 10 പേരുമായി കളിച്ചിട്ടും ബ്രസീലിന് ഗോൾ നേടാനായില്ല. ഷൂട്ടൌട്ടിൽ 2 കിക്കുകൾ പാഴാക്കിയ ബ്രസീൽ ലോകമെമ്പാടുമുള്ള ആരാധകരെ നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടു. കോപ്പയിൽ സൂപ്പർ താരം നെയ്മറുടെ അഭാവമായിരുന്നു ഏറ്റവും പ്രകടനം. മധ്യനിരയും മുന്നേറ്റനിരയും ഒരുപോലെ പരാജയപ്പെട്ടതിനൊപ്പം ക്രിയേറ്റീവായ നെയ്മറുടെ അഭാവം ബ്രസീലിന്റെ സ്ഥിതി കൂടുതൽ ദുരന്തമാക്കി. ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ഉറുഗ്വേക്കെതിരായ മത്സരത്തിലാണ് നെയ്മറിന് പരിക്കേറ്റത്. നെയ്മർ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി കളിക്കളത്തിൽ നിന്ന് പുറത്തായി. ഇതിനുശേഷം 7 മത്സരങ്ങളിലാണ് ബ്രസീൽ കളിച്ചത്. ഇതിൽ ബ്രസീലിന് ജയിക്കാനായത് ഒറ്റക്കളിയിൽ മാത്രം. 4 കളിയിൽ തോറ്റപ്പോൾ 3 കളിയിൽ സമനില. ആകെ 6 ഗോൾ നേടിയ ബ്രസീൽ 7 ഗോൾ വഴങ്ങുകയും ചെയ്തു. ഇതിൽ നിന്ന് തന്നെ നെയ്മറുടെ അഭാവം ബ്രസീൽ ടീമിനുണ്ടാക്കുന്ന ആഘാതം എത്ര വലുതെന്ന് വ്യക്തം. നെയ്മറുടെ അഭാവം നികത്താൻ വിനീഷ്യസ് ജൂനിയർ, റോഡ്രിഗോ, പുതിയ പ്രതീക്ഷയായ എൻട്രിക് എന്നിവർക്കൊന്നും കഴിഞ്ഞില്ല. ഇതുകൊണ്ട് തന്നെ ബ്രസീലിയൻ ഫുട്ബോളിന്റെ ഭാവി ആരാധകർക്ക് വളരെയധികം ആശങ്കയും നിരാശയും ഉണ്ടാക്കുന്നതാണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.